ബ്രെഡും മുട്ടയും പാലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബ്രെഡ് സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ സാധാരണ നോർമലി കട്ട് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ശരി ഭംഗിക്ക്. പിന്നെ ഞാനതിലേക്ക് 3 മുട്ട കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ചധികം ബ്രെഡ് ഉള്ളതുകൊണ്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് 2 ചെറിയൊരു ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് ചെയ്യണമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ചൊരു സ്മെല്ലിനും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വളരെയധികം സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചട്ടി ചൂടാക്കിയിട്ട് നെയ്യ് പുരട്ടണേക്ക് മുന്നേ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനത് ഒരു ലെയർ ഇട്ട് കൊടുത്തത്. പിന്നെ ബ്രെഡ് ഇട്ടതിന് ശേഷമാണ് ഓർത്തത് ഞാൻ ഇതിൽ നെയ്യ് ഇട്ടില്ലാന്നും. കുഴപ്പമില്ല, പക്ഷെ അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ചൂടായ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ നന്നായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നിനും കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അടുത്താക്കുന്നത് നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്, ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡ് കോർണർ ഭാഗമൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആ ഒരു സൈഡും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതന്നെ മുട്ടയിൽ ബ്രെഡ് മുക്കി പിടിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.